ഖാലിസ്ഥാൻ നേതാവ് ഹർദീപ് സിംഗ് നിജറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യൻ പൗരന്മാരായ 3 പേരെ കനേഡിയൻ പോലീസ് കസ്റ്റഡിയിലെടുത്ത കാര്യം പ്രേക്ഷകരോട് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യയാണെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആരോപിച്ചത് വലിയ വിവാദമായിരുന്നു. ഇന്ത്യ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് മധു കൊട്ടാരക്കര. യഥാർത്ഥത്തിൽ കാനഡയിൽ നടന്ന ഈ ഇന്ത്യക്കാരായ 3 പേർ അറസ്റ്റിലായത് നമുക്ക് എന്തെങ്കിലും തലവേദനയുണ്ടോ? അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പോലീസ് പറയുന്നത്. ഈ ഖാലിസ്ഥാൻ വിഘടനവാദിയും ഇന്ത്യ ഭീകരനായി മുദ്രകുത്തിയ ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് കാനഡ പാർലമെന്റിൽ പ്രഖ്യാപിച്ചത്. അത് വലിയ ഒച്ചപ്പാട് ഉണ്ടാക്കിയിരുന്നു. കഴിഞ്ഞ വർഷം ജൂൺ 18 വാൻകൂവറിന് സമീപമുള്ള സറേ സിഖ് ഗുരുദ്വാരയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴായിരുന്നു മുഖംമൂടി ധരിച്ച 2 പേർ ഈ നിജാറിനെ കൊലപ്പെടുത്തിയത്. ജസ്റ്റിൻ ട്രൂഡോയുടെ ആരോപണം ഇന്ത്യ അന്ന് അതിശക്തമായി നിഷേധിക്കുകയും തുടർന്ന് ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം ചരിത്രത്തിലെ ഏറ്റവും മോശമായ നിലയിലേക്ക് പോവുകയും ചെയ്തിരുന്നു. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കനേഡിയൻ പോലീസ് ഇന്ന് 3 ഇന്ത്യൻ പൗരന്മാരെയാണ് ഇപ്പോൾ ആൽബർട്ടിന് സമീപമുള്ള എഡ്മണ്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തതായിട്ട് പറഞ്ഞിരിക്കുന്നത്. അവരുടെ പേരുകൾ കരൺ ബെറാൾ, കമൽപ്രീത് സിംഗ്, കരൺപ്രീത് സിംഗ് എന്നിങ്ങനെയാണ്. നിജാറിനെ വെടിവെച്ചയാളാണ് ഇതിൽ ഒരാൾ. മറ്റൊരാൾ ഈ വണ്ടി ഓടിച്ചിരുന്ന ആളും. മൂന്നാമത്തെ ആൾ ഈ നിജാറിന്റെ നീക്കങ്ങളൊക്കെ അന്ന് നിരീക്ഷിച്ച് ഇവരെ കൃത്യമായി അറിയിച്ചതും ആളുമാണ്. ഈ അറസ്റ്റിലായവരുടെയൊക്കെ പ്രായം 20-നും 30-നും ഇടയിലാണ്. കൊലപാതകത്തിനായി ഗൂഢാലോചന നടത്തി, അതുപോലെ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തു എന്നീ കുറ്റങ്ങൾക്കായിട്ടുള്ള ഫസ്റ്റ് ഡിഗ്രി മർഡർ ആണ് ഇപ്പോൾ പോലീസ് ഇവരുടെ പേരിൽ ചാർജ് ചെയ്തിരിക്കുന്നത്. കുറെ മാസങ്ങളായി ഇവർ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഭീകരവാദിയായി മുദ്രകുത്തി പിടികിട്ടാപ്പുള്ളികളുടെ ലിസ്റ്റിൽ ഇന്ത്യ ഉൾപ്പെടുത്തിയ ആളാണ് നിജാർ. ഈ നിജാറിനെ കണ്ടുപിടിക്കുന്നതിന് 10 ലക്ഷം രൂപ വരെ പാരിതോഷികവും ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഖാലിസ്ഥാൻ ടൈഗർ ഫോഴ്സിന്റെ കാനഡയിലെ തലവനായിരുന്നു നിജാർ. നിജാറിന്റെ മൃതദേഹം തലയ്ക്ക് വെടിയേറ്റ നിലയിലാണ് അന്ന് കണ്ടെത്തിയത്. ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയ റോയൽ കനേഡിയൻ പോലീസ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. ഈ പ്രതികൾ 3 പേരും 3 വർഷം മുതൽ 5 വർഷമായിട്ട് കാനഡയിൽ താമസിക്കുന്നവരായിരുന്നു. ഇവർക്ക് നോൺ റെസിഡന്റ് പെർമിറ്റ് അല്ല റെസിഡന്റ് പെർമിറ്റും ഒന്നുമില്ല. പക്ഷേ ഏതെങ്കിലും ഒരു വിസയിലായിരിക്കാമെന്ന് നമുക്ക് ഊഹിക്കാം. നിജാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തുടരുമെന്നാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ ഏതെങ്കിലും രാജ്യങ്ങൾക്ക് പങ്കുണ്ടോ എന്ന് വ്യക്തമല്ല. എന്നാൽ ഇത് ഇവരുടെ അന്വേഷണത്തിന്റെ പരിധിയിലുണ്ട്. നിജാറിന്റെ കൊലപാതകം അതിര് കടന്നതാണെന്നാണ് ഈ മാധ്യമങ്ങളോട് സംസാരിക്കവേ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ പറഞ്ഞത്. ഖാലിസ്ഥാൻ വാദികൾക്ക് പരസ്യമായി പിന്തുണ നൽകുന്ന ഒരാളാണ് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ. കഴിഞ്ഞ ഏപ്രിൽ 28-ന് ഖാലിസ്ഥാൻ അനുകൂലികൾ ടൊറന്റോയിൽ ഒരു വലിയ പരേഡ് നടത്തിയിരുന്നു, കൽസ പരേഡ്. ഇതിൽ ജസ്റ്റിൻ ട്രൂഡോ പങ്കെടുത്ത് സംസാരിച്ചപ്പോൾ ഇത് ഇന്ത്യയെ ഏറെ അലോസരപ്പെടുത്തിയിരുന്നു. ഖാലിസ്ഥാൻ സിന്ദാബാദ് എന്ന് വലിയ മുദ്രാവാക്യങ്ങൾക്കിടയിലായിരുന്നു സിഖ് സമുദായത്തിന്റെ അവകാശങ്ങൾക്ക് എന്ത് വില കൊടുത്തും സംരക്ഷിക്കുമെന്ന് തന്റെ പ്രസംഗത്തിൽ ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞത്. ഇതിനെ തുടർന്ന് ഇന്ത്യയിലെ കനേഡിയൻ അംബാസിഡറിനെ വിളിച്ചു വരുത്തി ഇന്ത്യയുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. ഈ കനേഡിയൻ പൗരത്വമുള്ള നിജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യയെ പ്രതിക്കൂട്ടിലാക്കുവാനുള്ള ജസ്റ്റിൻ ട്രൂഡോയുടെ ശ്രമങ്ങൾ ഇന്ത്യ ശുദ്ധ അസംബന്ധം എന്ന് പറഞ്ഞാണ് തള്ളിക്കളഞ്ഞത്. നേരത്തെ ഇതിന്റെ തൊട്ടു പിന്നാലെ അമേരിക്കൻ മണ്ണിൽ മറ്റൊരു ഖാലിസ്ഥാൻ വിഘടനവാദിയായിരുന്ന ഗുൽപത്വന്ത് സിംഗ് പന്നുവിനെ കൊലപ്പെടുത്തുവാൻ ഇന്ത്യ ചില ശ്രമങ്ങൾ നടത്തിയതായി അമേരിക്ക പറഞ്ഞിരുന്നു. ആ ശ്രമങ്ങൾ തടഞ്ഞത് അമേരിക്കയാണെന്ന് പറഞ്ഞതും വലിയ വിവാദമായിരുന്നു. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് മധു കൈമാറിയത്.